നമുക്ക് ഒരു ബുക്ക് ഷെൽഫ് വാങ്ങണ്ടേ? ബുക്ക് ഷെൽഫ് എന്തിന്? പുസ്തകങ്ങൾ വയ്ക്കാൻ. എന്റെ കയ്യിൽ 50 പുസ്തകങ്ങളുണ്ട്. 50 പുസ്തകങ്ങൾ? എവിടുന്ന് കൊണ്ടുവന്നു? വീട്ടിൽ നിന്ന് പോന്നപ്പോ കൊണ്ടുവന്നു. പെട്ടിയിലുണ്ട്. അമ്മ കണ്ടില്ല. അമ്മയ്ക്ക് ഞാൻ പുസ്തകം വായിക്കുന്നതേ ഇഷ്ടമല്ല. ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഭാഗവതോ രാമായണോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ കിട്ടും. ഞാൻ വായിക്കുന്നത് നോവലുകളാ. അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും. ആരാ ഈ രജനി? കക്ഷിയാണോ പെണ്ണോ? ആണ് തന്നെ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ. കോളേജിൽ വെച്ചിന്റെ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. ആട്ടെ, ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ? അതിൽ മാത്രം ഞാൻ നന്ദരിക്കുട്ടിയോട് കൂട്ടുകൂടില്ല. അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ്. എന്റെ കയ്യിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? രാമായണം. എങ്കിൽ ഭാഗവതം. അതൊന്നും അല്ല. റെയിൽവേ ടൈം ടേബിൾ. എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും. അവരെന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും. പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ. അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യ ബന്ധം തകർന്നു പോകുമെന്ന എനിക്ക് പേടി. ഓഫീസിൽ തന്നെയുള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത്. യെസ്, ഡോക്ടർ ഫെർണാണ്ടസ് ഹിയർ. ഡോബർമേനോ? നോ നോ, ഗ്രേറ്റ് ഡീൻ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. ഐ എം സോറി. നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം? എന്റെ ഓഫീസിൽ ഒരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞത്, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒരു രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ. ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ്. മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക. ഭയപ്പെടാതിരിക്കൂ. എന്നും രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയിരിക്കാൻ ശ്രമിക്കുക. ഐ മീൻ കോൺസെൻട്രേഷൻ. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ വരിക. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, യെസ്. ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ? നോ നോ. നന്ദിനിക്കുട്ടി, മീശയ്ക്ക് ഇത്രയും കനം വേണോ അതോ കുറയ്ക്കണം? ഇത് മതി. വലിയ മീശയാ നല്ലത്. ശരി, എങ്കിൽ കുറയ്ക്കുന്നുണ്ട്. ഞാനൊരു കൊച്ചു സുന്ദരനാണ് അല്ലേ നന്ദിനിക്കുട്ടി? അല്ല, പാട്ടും കേട്ടിങ്ങനെ നിന്നാലോ? പോയി കളവടയ്ക്ക്. ജയിലും വൈഫും കാത്തിരിക്കും. ഹലോ. നമസ്കാരം. നമസ്കാരം. പ്ലീസ്. മോൾ എന്നാ ഇത്ര വലുതായത്? വലുതായി എന്നാണ് അവളുടെ ധാരണ. കേട്ടോ നന്ദിനിക്കുട്ടി, ഇതാണ് എന്റെ ഏക സന്താനം സമ്പാദ്യം. മോക്ക പുതിയ ആന്റി ഏതാണെന്ന് പറയാമോ? എന്റെ പേര് അറിഞ്ഞൂടെ? ആരാ കാണുമ്പോഴൊക്കെ ടോഫി വാങ്ങി തരുന്നത്? ആന്റിയോ? അല്ല, മിസ്സിസ് എവിടെ? പൂജാമുറിയില്ല. ഇനി ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് വരുമ്പം 1/2 മണിക്കൂറെങ്കിലും ആകും. ആ, പൂജ തീർന്നോ? ഞാൻ താമസിച്ചോ? പൂജാമുറിയിലായിരുന്നു. നന്ദിനിക്കുട്ടിക്ക് ആളെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായി.
ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നെന്നോ ഒന്ന് വിളിച്ചോണ്ട് വരാൻ. കല്യാണം കഴിച്ച് വീട്ടിൽ ഭാര്യയെ വെച്ചോണ്ടിരുന്നാ മതിയോ? ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണ്ടേ? ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞ് കഴിയുകയായിരുന്നു. നിന്റെ പൂജ കഴിയട്ടെ എന്ന് കരുതി. അതിനെന്താ, ഡിന്നർ എപ്പോഴേ റെഡി. വരൂ. ഓക്കെ, കമോ. മോളെ, മോളിവിടെ ഇരുന്ന് പഠിക്കൂ. വരൂ. കഴിക്കൂ. ഇന്ന് നന്ദിനിക്കുട്ടിക്കുള്ള സൽക്കാരായതുകൊണ്ട് എല്ലാം സ്പെഷ്യലാ. രവി, ഇന്ന് ഓർഡിനറി അല്ല, എല്ലാം സ്പെഷ്യലാ. നന്ദിനിക്കുട്ടി വല്ലാതെ വിഷമിക്കും. നീ ഉണ്ണുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. നന്ദിനിയെ കാണുമ്പോ ഞാൻ ആരെയോ ഓർക്കുന്നല്ലോ. ആ, മൈസൂർ ആശ്രമത്തിൽ വെച്ചൊരു സന്യാസിനെ കണ്ടു. അയ്യോ, ഇതേ ചായ തന്നെയാ. എടോ, താൻ ആശ്രമത്തിൽ നിന്ന് കട്ടുകൊണ്ടുവന്നാണോ? എന്റെ കറികളൊക്കെ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അല്ലേ? ആ, അതിന്റെ പേര് കഫേ ഡയാബ്ലോന്നാ. ഉണ്ടാക്കാൻ വലിയ പാടാ. വാസന്തി, ആ എഗ്മറാബിലെ കൊണ്ടുവന്നില്ലല്ലോ. അയ്യോ, എങ്ങനെയുണ്ട് രവി സ്പെഷ്യൽ? തൊണ്ടയിൽ ഇറങ്ങുന്നുണ്ടോ? അതിനുകൂടി ആ ചോപ്പില്ലേ, അവൻ വയറിറക്കുന്ന സാധനമാ. ഇത് ശകലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? അല്പം ചോറൂടെ കൊണ്ടുവരട്ടെ? അയ്യോ വേണ്ട, പോകാൻ ധൃതിയുണ്ട്. നന്ദിനിക്കുട്ടി, വാസന്തി ഹോം സയൻസ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പഠിച്ചൊക്കെ മറന്നുപോയെന്ന്. ഇതൊക്കെ ധൃതിയിൽ ഉണ്ടാക്കിയതാ. സമയം തീരെ പോരായിരുന്നു. കുറച്ച് വെള്ളം വേണമായിരുന്നു. അതാ കൊണ്ടുവരാം. പറഞ്ഞത് കേട്ടോ രവി? അവൾ ധൃതിയിലുണ്ടാക്കിയിട്ട് ഈ സ്ഥിതി. അപ്പൊ അവൾ അറിഞ്ഞു വല്ലതും ഉണ്ടാക്കിയാലത്തെ സ്ഥിതി. അയാൾ 10 മിനിറ്റിനകം ഇവിടെ വരും. മറ്റുള്ളവരെല്ലാം എത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും വന്നിട്ടുണ്ട്. ഡാഡി എപ്പോ ഉണരുമെന്ന് പറയണം. അരമണിക്കൂറിനകം ഉണരുമെന്ന് പറയണം. അയാൾ മടങ്ങിപ്പോയാലോ? യാതൊരു കാരണവശാലും അയാൾ മടങ്ങിപ്പോയരുത്. ഡാഡിക്ക് അയാളെ നന്നായി ഒന്ന് സ്റ്റഡി ചെയ്യണമെന്നുണ്ട്. എന്നാ മോള് പോയി ഹാളിലിരുന്നോളൂ. ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഗോ ഹെഡ്. ഡോക്ടർ ഫെർണാണ്ടസ്, പ്ലീസ് കം. ദാറ്റ്സ് ഓക്കേ. Coming. Sit down. ഡോക്ടർ ഫെർണാണ്ടസ്, ഡാഡി ഉറക്കമാ. അരമണിക്കൂറിനുള്ളിൽ ഉണരും. എവിടുന്നാ? ഇവിടെ അടുത്തുന്ന. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്തിനാ കിതയ്ക്കുന്നേ? ഞാനെപ്പോഴും അങ്ങനെ. എവിടെ വെച്ച് കണ്ട പോലെ തോന്നുന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല. എടി, ഞാൻ പറയാം. നമ്മുടെ ലിസിയുടെ ബോയ്ഫ്രണ്ടിനെ കണ്ട ഇതുപോലിരിക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തിനാ പോന്നെ? ഇരിക്കുമെന്ന്. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യു വാണ്ട് സം പ്രൈവസി? കം ഓൺ, നമുക്ക് അകത്തേക്ക് പോവാം. ഇരിക്കൂ. എന്തിനാ ഇങ്ങനെ വേർക്കുന്നത്? ഐ ഡോണ്ട് നോ. എന്താ തലവണിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയാണ്. എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലേ? അങ്ങനൊന്നുമില്ല. പിന്നെന്താ മിണ്ടാത്തത്? എന്ത് മിണ്ടാനാണ്? എന്റെ പേര് ചോദിച്ചൂടെ? ചോദിക്കാം. എന്നാ ചോദിക്കൂ. പേരെന്താണ്? ജൂഡിത്ത്. എന്താ പേര്? ജൂഡിത്ത്. എന്റേതല്ല, യുവർ.
മാത്യൂസ്. വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ ഒരെണ്ണം തരാമോ? ആ. ഞാൻ ഡാഡി ഉണർന്ന് നോക്കിട്ട് വരാം.